ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മുന്തിരിയെല്ലാം പഴുത്തു തുടങ്ങി. കണ്ടില്ലേ വയലറ്റ് നിറത്തിൽ ഇരിക്കുന്നത്? ഈ മുന്തിരി പഴുക്കാൻ ഞങ്ങളെക്കാൾ കൂടുതൽ കാത്തിരുന്ന മറ്റൊരു കൂട്ടരാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു കുലയിൽ കുറച്ച് മുന്തിരി പഴുത്തു തുടങ്ങിയിരുന്നു. നന്നായി പഴുക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ പഴുത്ത മുന്തിരി ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കിളികളാണ് ഈ പഴുത്ത മുന്തിരികൾ തിന്നുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഇതോടെ കിളികൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പഴുത്ത മുന്തിരിക്ക് നല്ല സ്വാദായിരുന്നു. മുന്തിരി കുലച്ചതു മുതൽ പഴുക്കാനായി കാത്തിരുന്ന കുട്ടികൾക്ക് പോലും കിളികളുടെ ഈ ചതി വിഷമമുണ്ടാക്കി. അതിനാൽ കിളികൾ മുന്തിരി കഴിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചനയിലായി ഞങ്ങൾ. അതോടെയാണ് വലകൾ കെട്ടിക്കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. യഥേഷ്ടം മുന്തിരിക്കുലകളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. വളമൊന്നും ചെയ്യാത്തതിനാൽ ചെറിയ കുലകളായിരുന്നുവെന്ന് മാത്രം. എന്നാലും ഒട്ടേറെ കുലകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനായി ചെറിയ വലകൾ വാങ്ങി ഞങ്ങൾ മുന്തിരിയുടെ ചുറ്റും കിളികൾക്ക് കിട്ടാത്ത വിധത്തിൽ കെട്ടാൻ തുടങ്ങി. തൃശ്ശൂരിലെ ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഈ മുന്തിരിച്ചെടി നമ്മുടെ നാട്ടിൽ വളരുമോ എന്ന സംശയമുണ്ടായിരുന്നതിനാൽ കാര്യമായ പരിചരണങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. അതിനാൽ ചെറിയ കുലകളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. രാസവളങ്ങൾ ഒന്നും തന്നെ നൽകാത്തതിനാൽ ഈ മുന്തിരിക്ക് സ്വാദല്പം കൂടുമെന്ന് പറയാം. ഈ മുന്തിരിയുടെ കൊമ്പുകൾ കോതിക്കൊടുത്തും ഇലകൾ മാറ്റിയും വെച്ചാൽ ഒട്ടേറെ വർഷം ഇതിൽ കായകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിനാൽ ഇനിയുള്ള വർഷങ്ങളിൽ ഇതിന് നല്ല പരിചരണം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ മുന്തിരിക്കുലകളിൽ വലകൾ കെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞു. പിന്നെയും 2-3 കുലകൾ ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ അത് കിളികൾക്കായി മാറ്റിവെച്ചു. കാരണം കിളികൾക്ക് മുന്തിരി വാങ്ങിക്കൊടുക്കാൻ ആരും തന്നെ ഉണ്ടാകില്ലല്ലോ. അതിനാൽ അവയും ഈ മുന്തിരിയുടെ സ്വാദ് അറിയട്ടെ എന്ന് തീരുമാനിച്ചു. നിങ്ങൾക്കും മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ഇതിൽ നിന്നും മുന്തിരി തരാം. വീടിന് മുകളിൽ പന്തലിട്ടാണ് ഞങ്ങൾ മുന്തിരിച്ചെടി വളർത്തുന്നത്. മുന്തിരി വളരുമോ ഇല്ലയോ എന്നുള്ള സംശയം കാരണം പന്തൽ നേരാവണ്ണം ഇട്ടിരുന്നില്ല. അതിനാൽ മുന്തിരി വള്ളിയുടെ കനം മൂലം പലയിടത്തും പന്തൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇനി ഈ മുന്തിരിയെല്ലാം പഴുത്തിട്ട് വേണം പന്തലൊന്ന് നന്നാക്കാൻ. നമ്മുടെ നാട്ടിലും ഈ മുന്തിരി വളരെ നന്നായി വളരുമെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കും ഒരു മുന്തിരിച്ചെടി വാങ്ങി നട്ടാൽ നമ്മൾക്ക് ആവശ്യമുള്ളത്ര മുന്തിരി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. അതും ഒരു കീടനാശിനിയും പ്രയോഗിക്കാതെ, രാസവളങ്ങൾ നൽകാതെ, ജൈവവളങ്ങൾ മാത്രം നൽകി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന നല്ല മുന്തിരി നമ്മൾക്ക് ഭക്ഷിക്കാം. അതിനായി നിങ്ങൾ ഇന്ന് തന്നെ ഒരു മുന്തിരിച്ചെടി വാങ്ങി നടും. ഈ വീഡിയോ ഇഷ്ടമായാൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. നന്ദി.